ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ ഡാഡീസ് ഹെഡ്. പ്രേതപ്പടമാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലെങ്കിൽ ചോദിച്ചാൽ അല്ല. എന്തായാലും നമുക്ക് മൂവിയിലോട്ട് പോകാം. സിനിമയുടെ തുടക്കത്തിൽ ഇസാക്ക് എന്ന പയ്യനെ കാണിക്കുന്നത് അവൻ കുറേ വർഷങ്ങൾക്ക് ശേഷം മുൻപ് കുട്ടിക്കാലത്ത് താമസിച്ചിരുന്ന വീട്ടിലേക്ക് വന്നിരിക്കുക. വന്ന അവിടെയെല്ലാം ചുറ്റി നടന്ന് അവസാനം അവൻ്റെ മുറിയിലുള്ള വിൻ ഹാളിലേക്ക് നോക്കിയിരിക്കുക. അങ്ങനെ തന്നെ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോയാൽ നമ്മുടെ ഇസാക്ക് കുഞ്ഞു കൊച്ചായിരുന്നപ്പോൾ അവൻ്റെ അപ്പന് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കും. ആക്സിഡൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയൊരു അപകടമായിരുന്നു. അതിൽ അയാളുടെ കൈയും കാലൊക്കെ ഒടിഞ്ഞു നുറങ്ങി മുഖം ചതഞ്ഞറിഞ്ഞ് അയാൾ മരിക്കും. അത് അവനെ വല്ലാതെ വേദനിപ്പിക്കും. ഇപ്പോൾ ഒപ്പമുള്ള പെണ്ണാണ് ലോറ. അത് അവൻ്റെ സെക്കൻഡ് മദറാണ്. ലോറയും ഇസാക്കും തമ്മിൽ അത്ര നല്ല ചർച്ചയില്ല. എന്നിരുന്നാലും വീട്ടിലെത്തിയ പാടെ ഞാൻ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാം, എന്താ നിനക്ക് വേണ്ടതെന്നൊക്കെ അവൾ കേൾക്കും. എനിക്കൊന്നും വേണ്ടാന്നും പറഞ്ഞ് അവൻ കഥ കടയ്ക്കും. അന്ന് രാത്രി രണ്ടുപേരും കൂടി അത്താഴം കഴിക്കാനിരിക്കാം. ഇവൻ കമ്മ ശിവാന്ന് ഒരക്ഷരം പോലും ഇല്ല. കൂടാതെ അവൾ ഉണ്ടാക്കിയ ഭക്ഷണം കഷ്ടപ്പെട്ട് കഴിക്കുക. അത് ഇവള് നോട്ട് ചെയ്യും. മോനെ, നിനക്ക് വേണ്ടെങ്കിൽ കഴിക്കണ്ട. ഇത് കേട്ട പാടെ താങ്ക്സും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോകും. അതേപോലെ ലോറ, അവളും അവളുടെ ഹസ്ബൻഡും പിന്നെ ഇസാക്കും ചേർന്ന് മുൻപെടുത്ത വീഡിയോസ് എല്ലാം വാച്ച് ചെയ്ത് കിടക്കാം. ഇപ്പുറത്ത് നമ്മുടെ പയ്യൻ്റെ മുറിയെ കാണിക്കുന്നത്. അവിടെ വളരെ വിചിത്രമായ ഒത്തിരി ചിത്രങ്ങൾ അവൻ വരച്ചു വെച്ചിട്ടുണ്ട്. മനുഷ്യനുമല്ല മൃഗമല്ലാത്ത വേറെ എന്തോ പ്രത്യേകതയുള്ള കണ്ട ഭയം തോന്നുന്ന രൂപങ്ങൾ. ഇപ്പൊ അവൻ അവിടെ കിടന്ന് അവന്റെ അച്ഛൻ മേടിച്ചു കൊടുത്ത വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അടുത്ത ദിവസം ഇവന്റെ അച്ഛൻ മരിച്ചു പോയതിനാല് അയാളുടെ സ്വത്തെല്ലാം ആർക്കാണ്, എങ്ങനെയാണ് എന്നൊക്കെ പറയാനായിട്ട് ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഒരു അഡ്വക്കേറ്റും കൂടെ മേരി എന്ന ഒരു ലേഡിയും വന്നിട്ടുണ്ടാകും. നോക്ക് ലോറ, അദ്ദേഹത്തിന്റെ മുഴുവൻ സ്വത്തിനും അവകാശി നീ തന്നെയാ. പക്ഷേ അതിനൊരു കണ്ടീഷനുണ്ട്. അതായത് ഇസാക്കിനെ നീ തന്നെ നോക്കണം. 18 വയസ്സ് വരെ അവന്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം നിനക്ക് തന്നെയാ. 18 വയസ്സ് കഴിഞ്ഞാൽ അവൻ പിന്നെ അവൻ്റെ ജീവിതം നോക്കിക്കോളും. നിനക്ക് സ്വത്ത് മുഴുവൻ കിട്ടും ചെയ്യും. ഇല്ല, നിന്നാൽ അവനെ നോക്കാൻ പറ്റില്ലെങ്കിൽ അവനെ നമ്മൾ ഗവൺമെൻറ് കീഴിലുള്ള ഏതെങ്കിലും സ്ഥാപനത്തിലോട്ട് മാറ്റും. ഇതോടെ നീയും അവനും തമ്മിലുള്ള ബന്ധം ഇല്ലാതാകും. അപ്പോൾ പിന്നെ സ്വത്ത് നിനക്ക് കിട്ടില്ല. ഇത്രയും പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകും. പിന്നാലെ അവൾ അവളുടെ അമ്മയ്ക്ക് കോൾ ചെയ്ത് കാര്യങ്ങൾ പറയും. ഇടി മണ്ടി, അവനിപ്പോൾ 10 വയസ്സായിട്ടുണ്ടാകും. ഇനിയൊരു 8 വർഷം കൂടി നീ എങ്ങനെയെങ്കിലും നോക്കിയാൽ മതി. പിന്നെ ആ സ്വത്ത് മുഴുവൻ നിനക്കുള്ളതല്ലേ. നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാം. നിനക്ക് ഇഷ്ടമുള്ള ഒരുത്തിനെ കല്യാണവും കഴിക്കാം. നീ ആദ്യം പോയി ഇസാക്കായിട്ട് നല്ല പോലെ സംസാരിച്ച് കൂട്ടുകൊടു. ഇവൾക്കും അമ്മ പറഞ്ഞത് ശരിയാണെന്ന് തോന്നും. അടുത്ത ദിവസം കാലത്ത് ലോറയെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടാകും. ഇവന്റെ പേരാണ് റോബോട്ട്. ഇവൻ ഇസാക്കിന്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്താണ്. നോക്കൂ റോബോട്ട്, ഞാൻ ഇസാക്കിനെ നോക്കാൻ തയ്യാറാ. പക്ഷെ അവൻ ഞാനുമായിട്ട് അടുപ്പം കാണിക്കുന്നില്ല. അത് ഇപ്പോൾ എന്നല്ല, അവൻ്റെ അച്ഛനുമായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ അവൻ ഇങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള അവനെ എങ്ങനെ നോക്കാനാ? ശരി, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി അവനോട് സംസാരിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് അവൻ്റെ അടുത്ത് ചെല്ലും. പക്ഷേ ഇസാക്ക് റോബോട്ടിനെ അത്ര അങ്ങോ മൈൻഡ് ചെയ്യില്ല. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാം ഒറ്റ അക്ഷരത്തിൽ ആൻസർ പറഞ്ഞ് തീർക്കും. മോനെ, നിന്റെ അച്ഛൻ മരിച്ചത് നിനക്ക് താങ്ങാവുന്നതിനപ്പുറമുള്ള സങ്കടമാണെന്ന് എനിക്കറിയാം. എന്തു ചെയ്യാനാ, ഇത് ജീവിതമായി പോയില്ലേ. നീ ഒറ്റയ്ക്കല്ല, നിനക്ക് അമ്മയുണ്ട്. അമ്മയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കേ. ഇത്രയും പറഞ്ഞ് റോബോട്ട് ലോറയുടെ അടുത്തോട്ട് തിരിച്ചു ചെല്ലും. ഇനിയും അച്ഛൻ്റെ വേർപാടിൽ നിന്ന് അവൻ മുക്തനായിട്ടില്ല. അതിനാൽ നീ കുറച്ച് സമയം കൂടി അവന് കൊടുക്ക്. അവനെ അവൻ്റെ പാട്ടിനെ ഫ്രീ ആയിട്ട് വിട്ടിട്. ആ രാത്രി അവൻ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൾ ഇസാക്കിൻ്റെ അടുത്തോട്ട് ചെല്ലും. ഇസാക്ക് ഇന്നും അവൻ്റെ അച്ഛൻ മരിച്ച് വിശ്വസിച്ചിട്ടില്ല. മോനെ, നിന്റെ അച്ഛൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അദ്ദേഹത്തിന് ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്ത് അദ്ദേഹത്തിന് നമ്മൾ അടക്കം ചെയ്തു. ഇത് നീ വിശ്വസിച്ചേ പറ്റൂ. നിനക്ക് എന്ത് സങ്കടമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞോളൂ എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ശേഷം അവൾ വെള്ളമടിച്ച് അന്തല്ലാതെ ഉറങ്ങും. ആ പാതിരാത്രിക്ക് ഇവരുടെ വീടിൻ്റെ ഉള്ളിലൂടെ ഒരു പ്രകാശം ഇങ്ങനെ വീശി പോകും. അവൾ അതറിയെ പോലുമില്ല. ഈ സമയം ഇസാക്ക് കണ്ണ് തുറന്ന് നോക്കുമ്പോഴേക്ക് അത് മാഞ്ഞു പോയിട്ടുണ്ടാകും. പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് ഇസാക്ക് പുറത്തോട്ട് ഇറങ്ങി നടക്കുമ്പോൾ വീടിന് ചുറ്റും പറവകൾ ശബ്ദം ഉണ്ടാക്കി പരാക്രമം അടിച്ച് പറക്കുന്നതായിട്ട് കാണും. കൂടാതെ അവിടെ ആകെ പുകമയായിരിക്കും. ലോറ വിചാരിച്ചത് കാടിന് തീ പിടിച്ചതാ. ഇത് നമുക്ക് തന്നെ ആപത്താണല്ലോ എന്ന് വിചാരിച്ച് അവൾ നേരെ ഫയർഫോഴ്സിനെ കോൾ ചെയ്യും. ഉടനടി അവർ അവിടെ എത്തിയ പാടെ കാട് മുഴുവൻ അരിച്ചു പെറുക്കി നോക്കും. അവിടെ എങ്ങും തീ കണ്ടെത്താനായില്ല. മേഡം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒന്നും അപകടകരമായിട്ടൊന്നും കണ്ടെത്താനായില്ല. ഇനി എന്തെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ കോൾ ചെയ്താൽ മതി. അന്ന് നൈറ്റ് ലോറ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇവളുടെ വീടിനുള്ളിൽ മൊത്തത്തിൽ ഒരു നീല വെളിച്ചം. അതിങ്ങനെ മിന്നിങ് കത്തി നിൽക്കുക. ഇന്നേരം പതിയെ കാടിൻ്റെ അവിടെ ചെന്ന് നോക്കിയാൽ ഒരു കാറ് അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന പോലെ. സത്യത്തിൽ ആ കാറ് നമ്മുടെ ഇസാക്കിൻ്റെ അച്ഛൻ്റെയാണ്. അടുത്ത് ചെന്ന് നോക്കാൻ പോകുന്ന നേരം പുറകിൽ നിന്ന് ലോറ തിരിഞ്ഞു നോക്കിയാൽ ഇസാക്കിൻ്റെ അച്ഛൻ. പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കിയാൽ ഇതെല്ലാം സ്വപ്നമായിരുന്നു. അന്ന് അവരുടെ വീട്ടിൽ ഇസാക്കിൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ ഒരു ചടങ്ങുണ്ടായിരുന്നു. അതിനായി റിലേറ്റീവ്സ് എല്ലാം വീട്ടിൽ വന്നു പോയി. ശേഷം രാത്രി പണ്ടത്തേതുപോലെ തന്നെ വെള്ളമടിച്ച് അവൾ ഉറങ്ങാൻ കിടക്കുന്നു.
കുറച്ച് സമയത്തിനുള്ളിൽ അവരുടെ ബെല്ല ഒരു സ്ഥലത്ത് മാത്രം നോക്കി കുരയ്ക്കാൻ ആരംഭിക്കും. ഇത് കേട്ട് അവിടേക്ക് ഇസാക്കും എത്തും. നായയുടെ കുര കാരണം ലോറയും മയക്കത്തിൽ നിന്നിട്ടുണ്ടാവും. ഈ ബെല്ല, നീ എന്തിനാ ഇങ്ങനെ കുരയ്ക്കുന്നതെന്ന് ചോദിച്ച് ലോറ എഴുന്നേറ്റ് അവൾ കുരയ്ക്കുന്ന സ്ഥലത്തോട്ട് നോക്കിയാൽ ടേബിളിനടിയിൽ മനുഷ്യനുമല്ല മൃഗമില്ലാത്ത എന്തോ ഒരു രൂപം. ഇത് കണ്ടതും അവിടെ ഇരുന്ന കത്തിയെടുത്ത് ആരാ നീ, മര്യാദയ്ക്ക് പുറത്തേക്ക് വന്നോ? ഇത് പറഞ്ഞ് തീരും മുമ്പേ ബും, അവിടുന്ന് അത് ഓടി നമ്മുടെ ഇസാക്കിന്റെ മുറിയിലെ വിൻഡോയും പൊട്ടിച്ച് പുറത്തേക്ക് പോകും. വീട് കാടിന്റെ അടുത്തായതിനാലേ ഇനി കാട്ടിൽ നിന്നെങ്ങാനും വന്ന ഏതെങ്കിലും ജീവിയായിരിക്കും പറഞ്ഞ് അവൾ പൊട്ടി ഗ്ലാസ്സൊക്കെ ഒട്ടിച്ച് അതങ്ങ് സെറ്റാക്കി ഇസാക്കിനോട് ധൈര്യമായിട്ട് ഉറങ്ങിക്കോളാൻ പറയും. ശേഷം അവൾ അവളുടെ മുറിയിൽ പോയി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കുഞ്ഞിസാക്ക് അവിടേക്ക് വരും. എനിക്ക് തനിയെ കിടക്കാൻ പേടിയാ, ഞാനും ഇവിടെ കിടന്നോട്ടെ. ഇത് കേട്ടതും അവൾക്ക് ഭയങ്കര സന്തോഷമാക്കും. കാരണം ഇത്രയും കാലം അവളോട് അധികമൊന്നും സംസാരിച്ചെന്നില്ല. അതിനാൽ അവൾ അങ്ങ് സമ്മതം മൂളും. രണ്ടുപേരും കിടന്നുറങ്ങും. ഉറക്കത്തിൽ തൻ്റെ സ്വന്തം അമ്മയാണെന്ന് വിചാരിച്ച് അവൻ അവളങ്ങ് കെട്ടിപ്പിടിച്ചുറങ്ങും. അഗാധമായ ഉറക്കത്തിൽ കാടിൻ്റെ ഉള്ളിൽ നിന്ന് നേരത്തെ വന്ന ആ രൂപമുണ്ടല്ലോ, അതിന് കണ്ണൂല മൂക്കൂല, ഒരു പ്രത്യേക തരം ജീവിയാ. അത് ഇവനെ ഇസാക്ക് എന്ന് വിളിക്കും. അവിടെ കച്ചത് അടുത്ത ദിവസം ഉറക്കത്തിൽ നിന്നിട്ട് ഇസാക്ക് പണ്ടത്തേതുപോലെ തന്നെ അവളെ വലിയ മൈൻഡൊന്നും ചെയ്യാതെ അങ്ങനെ തന്നെ നടന്നു പോകും. അന്ന് അവിടേക്ക് റോബോട്ട് വരും. അയാളുടെ തലേദിവസം ഉണ്ടായ എല്ലാ സംഭവങ്ങളും അവൾ അടിമുടി വിടാതെ പറയും. ഇല്ലടി, നീ തന്നെയല്ലേ പറഞ്ഞത് കാട്ടിൽ 2 ദിവസം മുന്നേ തീ പിടിച്ചെന്ന്. അതിനാൽ അവിടെ നിന്ന് എങ്ങനെ ഓടി രക്ഷപ്പെട്ടു വന്ന ഏതെങ്കിലും ജീവിയായിരിക്കും. നീ പേടിക്കാതെ. ഇന്നേരം ഹീറോയിൻ ഒരു കാര്യം ശ്രദ്ധിക്കും. കത്തി വെക്കുന്ന ബോക്സിൽ ഒരു കത്തിയില്ല. ഇന്നലെ ആ സംഭവം വന്ന സമയത്ത് അവൾ ഒരു കത്തി വീശി കാണിച്ചില്ലേ, അത് അവളുടെ മുറിയിലെ ഡ്രോയിൽ കൊണ്ടുവച്ചിരിക്കുക. ഇപ്പം അവിടെ ചെന്ന് നോക്കിയാൽ അവിടെയും അത് കാണാനില്ല. ശരി, വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കുന്നു വെച്ച് എല്ലായിടത്തും ചെക്ക് ചെയ്യും. പക്ഷെ കണ്ടെത്താനാവില്ല. ഒരു പക്ഷേ ഇത് ഇസാക്ക് മാറ്റി വെച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് അവൾക്കുണ്ടാകും. പക്ഷെ അവളത് അവനോട് ചോദിക്കില്ല. അങ്ങനെ അതും ആലോചിച്ച് അന്ന് നൈറ്റ് ഇരിക്കുന്ന സമയം അവിടെയുള്ള ഒരു ഫോട്ടോ ഫ്രെയിമിലെ ഫോട്ടോയും കാണാനില്ല. ഇതും അവൻ്റെ പണിയായിരിക്കും. ഇസാക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഇന്നേരം അവിടേക്ക് ആ രൂപം എത്തും. അത് ഒത്തിരി സമയമെടുത്ത ഇവൻ്റെ പേര് വിളിച്ചത്. അതിന് ശരിക്കും ഇവൻ്റെ പേര് പറയാൻ പോലും അറിയുന്നില്ല. അത് ഒത്തിരി സമയമെടുത്തിട്ടാ ഈ ഇസാക്ക് എന്ന് വിളിച്ചത്. കണ്ണ് തുറന്നു നോക്കിയാൽ ഇവൻ്റെ അച്ഛാ, ഇത്രയും കാലം എവിടെയായിരുന്നു? എനിക്കറിയാം അച്ഛൻ മരിച്ചിട്ടില്ലെന്ന്. എന്നാൽ അതിനൊന്നിനും അത് ഉത്തരം പറയില്ല. ഇസാക്ക് കാട്ടിലേക്ക് വാ എന്ന് പറയും. ഇപ്പോൾ പുറത്ത് നിന്ന് ബെല്ല ഭയങ്കരമായിട്ട് കുരക്കുന്നുണ്ട്. ഇവൻ ഒന്നും കൂടി കണ്ണ് തുറന്ന് ശരിക്കും അവിടെ മൊത്തം ഒന്ന് നോക്കിയാൽ ആരെയും കാണാനില്ല. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ആ രൂപത്തിൻ്റെയും അച്ഛൻ്റെയും മുഖം ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ്. എന്നാൽ പൂർണ്ണമായിട്ടും അതിനെ കാണിക്കുന്നുമില്ല. അടുത്ത നാൾ ഉറക്കത്തിൽ നീന്നിട്ട് ഉടനെ ഇസാക്ക് നേരെ കാട്ടിലേക്ക് വെച്ചു പിടിക്കും. കാരണം മുൻപത്തെ ദിവസം അച്ഛൻ അവനോട് കാട്ടിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അച്ഛാ, ഞാൻ കണ്ടത് സ്വപ്നമല്ല, അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. ഇതൊക്കെ ഇവൻ പറയുമ്പോൾ പതിയെ അത് മോന്തയിൽ നിന്ന് തല പൊക്കി ഇവനെ നോക്കും. ഇതെല്ലാം കണ്ട് ഇവരുടെ ബെല്ല പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഭയങ്കരമായിട്ട് കുറച്ചുകൊണ്ടിരിക്കുക. ലോറ അവൾക്ക് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തതും അത് അവിടുന്ന് ഓടി പാഞ്ഞു വന്ന് മൊന്തയിലുള്ള ഈ രൂപത്തെ കട്ടിച്ച് പറിക്കാൻ ശ്രമിക്കുക. ബെല്ല ഒന്നും ചെയ്യാതെ, അതെൻ്റെ അച്ഛനാണ്, വെറുതെ വിട്, അച്ഛൻ എന്നെ കാണാൻ തിരിച്ചു വന്നതാ. ഇപ്പൊ ബെല്ലയുടെ പിന്നാലെ ഓടി വന്ന ഹീറോയിൻ, നീ എന്തൊക്കെയാ പറയുന്നേ ഇസാക്ക്, നിന്റെ അച്ഛൻ മരിച്ചുപോയി, ഇനി അദ്ദേഹം തിരിച്ചു വരില്ല. പക്ഷെ ഇതൊന്നും ഉൾക്കൊള്ളാൻ അവന് സാധിക്കില്ല. ഒരു വിധന അവൾ ഇസാക്കിനെ വീട്ടിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. കൂടാതെ അവിടേക്ക് സോഷ്യൽ സർവീസ് ചെയ്യുന്ന മേരിയെ വിളിച്ചിട്ടുണ്ടായിരിക്കും. അന്നേ ദിവസം ഉണ്ടായ എല്ലാ സംഭവങ്ങളും ഹീറോയിൻ അവളോട് പറയും. ശേഷം മേരി നമ്മുടെ ഇസാക്കിനെ അവിടെ ഇരുത്തി ഇതേപ്പറ്റി ചോദിക്കും. എന്നാൽ അവൻ മുൻപ് പറഞ്ഞ അതേ കാര്യം തന്നെ ഉറച്ചു നിൽക്കും. എൻ്റെ അച്ഛൻ തന്നെയാ, അച്ഛൻ എന്നെ കാണാൻ വന്നതാന്നൊക്കെ പറയും. ശരി, നീ കണ്ട നിന്റെ അച്ഛനെ തന്നെയായിരിക്കും. നീ ഒരു കാര്യം ചെയ്യേ, അച്ഛൻ്റെ ആ രൂപത്തെ ഒന്ന് വരച്ച് കാണിക്കും. നീ നന്നായി ചിത്രം വരയ്ക്കുന്നവനല്ലേ. അവനും ഓക്കെ പറഞ്ഞ് വരയ്ക്കും. ഈ സമയം അവൻ വരച്ചത് എന്താണെന്ന് നമുക്ക് കാണിക്കുന്നില്ല. മേരി ആ ചിത്രം കണ്ട ശേഷം ലോറയുടെ അടുത്ത് പോയി, ലോറ, ഞാൻ ഇതിനു മുമ്പ് ഇസാക്കിൻ്റെ മുറിയിലെല്ലാം പോയിട്ടുണ്ട്. അവിടെ അവൻ വരച്ചു വെച്ച ചിത്രങ്ങൾ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ വിചിത്രമായ പേടിപ്പെടുത്തുന്ന രൂപങ്ങളാ. അതെല്ലാം തന്നെ അവൻ ഇമാജിൻ ചെയ്ത് വരച്ചിട്ടുള്ളതാ. ഒരു പക്ഷേ ഇപ്പം അവൻ പറയുന്ന ഇവൻ്റെ അച്ഛൻ ഇമാജിനറി ഫ്രണ്ട് ആകാം. അതുകൊണ്ട് നീ പേടിക്കുന്നു വേണ്ട. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നീ എന്നെ വിളിച്ചാൽ മതി. മേരി പോയതിനു ശേഷം നമ്മുടെ ഹീറോയിൻ ഇസാക്ക് വരച്ച ചിത്രം എടുത്തു നോക്കും. ഇനി ആ ചിത്രം നിങ്ങളൊന്ന് നന്നായി സൂം ചെയ്ത് നോക്കിയേ. മനുഷ്യനല്ല, മൃഗലത, എന്തോ ഒരു പ്രത്യേകതയുള്ള ജീവി. വീണ്ടും നമ്മുടെ ഇസാക്ക് കാട്ടിലേക്ക് നോക്കി നിൽക്കുക. ഇത് ശ്രദ്ധിച്ച ലോറ അതൊരു ഇമാജിനറി ഫ്രണ്ട് ആണെന്നാണല്ലോ മേരി പറഞ്ഞത്. അപ്പോൾ ഇവനെ കാട്ടിലേക്ക് കൊണ്ടുപോയി നീ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒരു സംഭവമില്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവൻ്റെ മനസ്സൊന്ന് ശാന്താക്കാന്ന് വിചാരിക്കും. അങ്ങനെ ലോറയും ഇസാക്കും പിന്നെ അവരുടെ ബെല്ലക്കുട്ടിയും ചേർന്ന് നേരെ കാട്ടിലേക്ക് വെച്ചു പിടിക്കും. നടക്കുന്ന വഴിയിൽ കാടിൻ്റെ ഒത്ത നടുവിലായിട്ട് എന്തൊക്കെയോ വച്ച് കെട്ടിയ ഒരു വീട് കാണും. ഇത് കണ്ട ഇസാക്ക് അമ്മ വിളിക്കുന്ന പോലും ശ്രദ്ധിക്കാതെ വേഗം അവിടേക്ക് വിടും.
ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അച്ഛൻ എനിക്കായി ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന്. ഇതും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ പിന്നാലെ വന്ന ലോറ. വാ, എന്ത് ധൈര്യത്തിൽ ഇസാക്ക് നീ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നേ? വാ, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് അവൾ അവനെ പിടിച്ചു വലിക്കുമ്പോൾ ഞാൻ വരില്ല, എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് അവളുടെ മുഖത്ത് ഒരു കുത്തും കൊടുത്ത് അവൻ ആ വീട്ടിലേക്ക് കയറാൻ നോക്കും. ലോറ വീണ്ടും ബെല്ലായിട്ട് പിടിച്ചു വലിച്ച് ഒരു വിധേയനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇന്നത്തെ ഈ കൂത്ത് ലോറ റോബോട്ടിനോട് വിളിച്ചു പറയും. ഉടനെ റോബോട്ട് അവിടേക്ക് എത്തി. ഇനി എനിക്ക് അവനെ നോക്കാൻ വയ്യ. ഇന്ന് ഈ കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ശരി ശരി, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എൻ്റെ മക്കളുടെ കൂടെ എൻ്റെ മൂന്നാമത്തെ മകനായിട്ട് അവൻ എൻ്റെ വീട്ടിൽ വളരട്ടെ. നീ ഇനി അവനെ നോക്കി കഷ്ടപ്പെടേണ്ട. ശരി, നമുക്ക് അതേപ്പറ്റി ആലോചിക്കാം. ഇത്രയും പറഞ്ഞ് ലോറ അവളുടെ മുറിയിലേക്ക് പോയി. ഇപ്പം അവിടെ ഇരുന്ന് നമ്മുടെ ഇസാക്കിൻ്റെ മുറിയിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. ഇവളുടെ കയ്യിലുള്ള ഡിവൈസ് വെച്ച് നോക്കിയാൽ ആ മുറിയിൽ എന്താ നടക്കുന്നതെന്നുള്ളത് ഇവിടെ ഇരുന്ന് ഇവൾക്ക് കാണാം. അവൾ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പുറത്ത് റോബോട്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ പിന്നാലെ നമ്മുടെ ബെല്ലയെ ഇറങ്ങിയിട്ടുണ്ടാവും. അവൾ അവിടുന്ന് നേരെ ഓടിയത് കാട്ടിലാ വീട്ടിലേക്കാണ്. അതിൻ്റെ മുൻപിൽ നിന്ന് കുരയ്ക്കാൻ തുടങ്ങി. അതിശയം എന്താണെന്ന് വെച്ചാൽ ബെല്ലയെ പോലെ തന്നെ സെയിം മറ്റൊരു നായ അത് ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ബെല്ലയെ നോക്കി കുരങ്ങുന്നു. തിരിച്ച് ബെല്ലയും. കുറച്ച് സമയത്തിനുള്ളിൽ ബെല്ല ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇന്നേരം ആ നായ ബെല്ലയെ ആക്രമിച്ചു കൊല്ലും. അടുത്ത നാൾ ലോറ വീണ്ടും ഡിവൈസ് എടുത്ത് ഇസാക്കിൻ്റെ റൂം വീക്ഷിക്കും. എന്നാൽ അവൻ അവിടെ ഒന്നും കാണാനില്ല. അതേസമയം റോബോട്ട് ലോറ ലോറ എന്ന് വിളിക്കുന്നുണ്ട്. ഉടനെ അവിടേക്ക് ഓടിച്ചെന്നാൽ അവൾ വളർത്തിയിരുന്ന അവളുടെ ബെല്ല ചത്തു കിടക്കുന്നു. അതിൻ്റെ ശരീരം ആകെ മുറിപ്പാടുകളുണ്ട്. ഇത് കണ്ട് അവൾ പൊട്ടിക്കരയും. ഇപ്പോൾ അങ്ങനെ തന്നെ ക്യാമറ ഇപ്പുറത്തോട്ട് തിരിച്ചാൽ ഒന്നും അറിയാത്ത പാവത്തെ പോലെ ഇസാക്ക് അവിടെ നിൽപ്പുണ്ട്. നായ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ അവർ ബെല്ലയും കൂട്ടി വെറ്റിനറി ഡോക്ടറെ അടുത്തോട്ട് പോകും. ഞാൻ എത്രയോ കേസ് ഡീൽ ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസാണ്. മറ്റു മൃഗങ്ങളെ അറ്റാക്ക് ചെയ്തിട്ടൊന്നല്ല ഇത് ചത്തിരിക്കുന്നത്. എന്തോ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സാധനം വെച്ച് കീറി മുറിഞ്ഞിരിക്കുന്ന. ഇന്നലെ ഹീറോയിനൊരു കാര്യം ഓർമ്മ വരും. മുൻപ് ഒരു രൂപത്തെ കണ്ട് കത്തിയെടുത്ത് കാണിച്ച് അതിനവിടുന്ന് തുരത്തി അടിച്ചില്ലേ. ശേഷം അവൾ ആ കത്തി ഡ്രോയിൽ വെക്കും. പക്ഷെ പിന്നീട് അത് അവിടെ കാണാനില്ല. അന്നേ അവൾക്ക് ഇസാക്കിനെ ഡൗട്ട് ഉണ്ടാകും. ഇന്നിപ്പോൾ അത് ക്ലിയറായി. കത്തി എടുത്തതും നായെ കൊന്തം എല്ലാം അവൻ തന്നെയാണ്. ഇതെല്ലാം ആലോചിച്ച് അവൾ വീട്ടിലേക്ക് വരുമ്പോൾ ഗാർഡനിലെ ചെടികളെല്ലാം പറിച്ചെടുത്ത് ഇട്ടിരിക്കുന്നു. ഇതും അവൻ്റെ പണിയാണെന്ന് വിചാരിച്ച് അന്ന് രാത്രി വീണ്ടും ഡിവൈസ് യൂസ് ചെയ്ത് അവൻ്റെ മുറി വാച്ച് ചെയ്യും. പക്ഷെ അവൻ സാധാരണത്തേതുപോലെ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കാം. ലോറ ഡിവൈസ് അവിടെ വെച്ച് വെള്ളം അടിക്കാൻ ആരംഭിക്കും. ഇവിടെ ഇസാക്കിൻ്റെ മുറിയിലെ വിൻ ഹാളിലെ അതിപ്പോൾ ആരോ അകത്ത് നിന്ന് തള്ളി തുറക്കും. ചെന്ന് നോക്കിയാൽ ഇവരുടെ ബെല്ല. അവളുടെ പാതി മുഖം മാത്രമേ കാണാനുള്ളൂ. ബെല്ല, ഞാൻ നീ മരിച്ചെന്ന് വിചാരിച്ചത്. ബെല്ല ബെല്ല എന്നും പറഞ്ഞ് അവൻ ആ ഹാളിലേക്ക് കുനിഞ്ഞു നോക്കുമ്പോൾ മുൻപ് ഇവരുടെ വീട്ടിൽ വന്ന രൂപല്ലേ, ഇവൻ മൊന്തക്കാട്ടിൽ കണ്ട രൂപം, അത് കാണാൻ ഇവൻ്റെ അച്ഛനെ പോലെ തന്നെയുണ്ട്. അതിനെ കണ്ടപാടെ അച്ഛാ, എനിക്കറിയാം അച്ഛൻ മരിച്ചിട്ടില്ലെന്ന്. അതിവിടെ ആരും തന്നെ വിശ്വസിക്കുന്നില്ല. അയ്യോ ഇസാക്ക്, നീ ഒച്ച വെക്കാതെ. ലോറ നിന്നെ തന്നെ വാച്ച് ചെയ്യുന്നത്. നീ ലോറയും റോബോട്ടിനെയും വിശ്വസിക്കാതെ. അവർ നിന്നോട് കള്ളം പറയുന്നത്. അവർ നിന്നെ പറ്റിക്കുക. നീ എൻ്റെ കൂടെ കാട്ടിലുള്ള വീട്ടിലേക്ക് വാ. നിനക്ക് വേണ്ടിയാ ഞാനത് കെട്ടിയിരിക്കുന്നത്. പക്ഷേ ഇവൻ ഇതൊന്നും കേൾക്കാതെ ഇല്ല അച്ഛാ, അച്ഛൻ അവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോഴേ അവർക്ക് വിശ്വാസമാകുള്ളൂ. അതൊന്നും വേണ്ട, നിനക്ക് ഞാനില്ലേ, നീ എൻ്റെ കൂടെ വാ. ഇപ്പോൾ അപ്പുറത്തെ ലോറ വീണ്ടും ഡിവൈസ് എടുത്ത് ഇസാക്കിൻ്റെ മുറി നോക്കിയാൽ അവൻ വിൻ ഹാളിലേക്ക് നോക്കി ആരോടോ സംസാരിക്കുന്നത് കാണുന്നു. അതുമാത്രമല്ല, ആ ഹാളിനുള്ളിലിരിക്കുന്ന രൂപം അവൾ കാണും. അവൾ ഞെട്ടി തരിച്ചു പോകും. ഉടനെ റോബോട്ടിനെ വിളിച്ച് അവൻ്റെ മുറിയിലേക്ക് പോകും. അവർ അവിടേക്ക് വരുന്നത് മനസ്സിലാക്കിയ രൂപം അവിടുന്ന് പോയിട്ടുണ്ടാകും. ചെന്ന പാടെ റോബോട്ട് ആ ഹാളിലേക്ക് എത്തി നോക്കിയാൽ അവിടെ ഒന്നും കാണില്ല. ഞാൻ ഇത്രയും നേരം എൻ്റെ അച്ഛനായിട്ടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അച്ഛൻ മരിച്ചിട്ടില്ലെന്ന്. എന്നാൽ ഇതൊന്നും റോബോട്ട് അത്ര കാര്യമാക്കില്ല. അവൻ മേരിക്ക് കോൾ ചെയ്ത് ഇവനോടൊന്ന് സംസാരിക്കണം പറയും. അവളും വന്ന് ഇസാക്കിനോട് നടന്ന സംഭവങ്ങൾ ചോദിക്കും. ഇസാക്ക് മാത്രമല്ല, ക്യാമറ വഴി ലോറയും ആ രൂപത്തെ കണ്ടിട്ടുണ്ടല്ലോ. അതിനാൽ രണ്ടുപേരും അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ മേരി എപ്പോഴും അത് വിശ്വസിക്കില്ല. നീയും അവനോട് കൂടി ചേർന്ന് നിന്റെ മനസ്സിൽ ആ സാങ്കല്പിക കഥാപാത്രം ഉണ്ടെടുത്തു. ഇത് കേട്ടതും മൊത്തത്തിൽ ലോറയ്ക്ക് പ്രാന്ത് പിടിക്കും. ഇനിയും എന്നാൽ ഇസാക്കിനെ നോക്കാൻ പറ്റില്ല. ദൈവത്തെ ഓർത്ത് അവനെ നിങ്ങൾ ഏതെങ്കിലും ഹോമിൽ കൊണ്ടുപോയി ചേർത്തിട്ട്. ഇപ്പോൾ റോബോട്ട് ലോറയെ മുറിയിൽ കൊണ്ടുപോയി സമാധാനപ്പെടുത്തി. അവർ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്നത്, അതായത് അവരുടെ ആ രണ്ടുപേരുടെ തെറ്റായ നിൽപ്പ് നമ്മുടെ ഇസാക്ക് കാണും. ഈ കാഴ്ച കണ്ടതും ഇസാക്ക് വേഗം പോയി കാട്ടിൽ ആ ജീവി ഉണ്ടാക്കിയ വീട്ടിലെ അതിന് മുൻപിൽ നിന്ന് അച്ഛൻ പറഞ്ഞ ശരിയാ, അവർ രണ്ടുപേരും എന്നെ പറ്റിക്കാം. ഇന്നേരം വീടിൻ്റെ ഉള്ളിൽ നിന്നും ആ രൂപം, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ വിഷമിക്കാതെ റോബോട്ടിന് തക്കതായി ശിക്ഷ കൊടുക്കണം. നിനക്ക് വേണ്ടി ഞാനത് ചെയ്യാം. നീ അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. ശരിയെന്നും പറഞ്ഞ് അവൻ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. അടുത്ത ദിവസം രാവിലെ മേരി അവൾക്ക് ഓഫീസിലേക്ക് പോകാനുള്ളത് കൊണ്ട് അവിടുന്ന് പോയിട്ടുണ്ടാകും. ഹീറോയിനും റോബോട്ട് ഇന്നും ഇസാക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. എനിക്കിനി അവനെ നോക്കാൻ പറ്റില്ല. നീ അവനെ നിന്റെ മകനായിട്ട് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. എനിക്ക് സ്വത്തും വേണ്ട, ഒന്നും വേണ്ട.
ശരി, നീ വിഷമിക്കാതെ. ആദ്യം ഇതേപ്പറ്റി സംസാരിക്കേണ്ടത് ഇസാക്കിൻ്റെ അടുത്താ. അവൻ ഓക്കെ ആണെങ്കിൽ ഞാൻ അവനെ കൊണ്ടുപോയിക്കൊണ്ട്. അങ്ങനെ ഇസാക്കിൻ്റെ അടുത്ത് സംസാരിക്കാൻ റോബോട്ട് ചെന്നാൽ അവൻ ഇയാളെയും കൊണ്ട് ചുമ്മാ നടക്കാമെന്നും പറഞ്ഞ് കാട്ടിലേക്ക് നടക്കും. നടന്ന് ആ ജീവി കാട്ടിലുണ്ടാക്കിയ വീടിൻ്റെ അടുത്തെത്തും. ആരടാ ഈ കാടിന് നടുവിൽ ഇങ്ങനൊരു വീടെല്ലാം കെട്ടിയിരിക്കുന്നത്? എൻ്റെ അച്ഛനാ. ആ ശരി വാ പോകാം. നേരെ നല്ല പോലെ ഇരുട്ടി. ഇല്ല, കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോകാം. ഇന്നേരം റോബോട്ട് ലോറയുടെ കാര്യം ഇവനോട് പറയും. നോക്ക്, നിന്റെ അമ്മയ്ക്ക് ഇനി നിന്നെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനായി ഇനി ഈ വീട്ടിൽ നീ കഷ്ടപ്പെട്ട് നിൽക്കണ്ട. നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വാ. ഇല്ല, എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ താല്പര്യമില്ല. ഈ ഒരു ടോക്കിൻ്റെ ഇടയിൽ നിന്റെ അച്ഛൻ മരിച്ചു പോയതിനാൽ നിനക്കിതെല്ലാം ഫേസ് ചെയ്യേണ്ടി വന്നതെന്ന് പറഞ്ഞതും, നോ, എൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ടൊന്നുമില്ല, ഇന്നും ജീവനോടെ തന്നെയുണ്ട്, അച്ഛൻ ഈ വീട്ടിലാണ് ഉള്ളതെന്നൊക്കെ പറയുമ്പോൾ ആ വീടിൻ്റെ ഉള്ളിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഒച്ച കേട്ട് റോബോട്ട് കൂട്ടിലേക്ക് ടോർച്ചടിച്ച് നോക്കിയാൽ കറുത്ത ഒരു രൂപം ചുരുണ്ടു കൂടിയിരിക്കുന്നു. എന്താണെന്നറിയാം. ഒന്നും കൂടി ടോർച്ച് അടിച്ച് നോക്കിയാൽ ടക്കെന്ന് മുഖം പൊക്കി നോക്കി ഇസാക്കിൻ്റെ അച്ഛൻ്റെ മുകളിലുള്ള ഒരു ജീവി. ഇത് കണ്ട് ഇസാക്ക് ഓടി. ആ ജീവി ഇപ്പോൾ പുറത്തോട്ട് വന്ന് റോബോട്ടിനെ അറ്റാക്ക് ചെയ്യും. അവിടെ കട്ട് ചെയ്താൽ ലോറ ഓടിക്കതച്ച് ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട്. നമ്മുടെ റോബോട്ട് ഒരു ജീവശവം പോലെ കിടപ്പാം. ദേഹം ആ സകലം മുറിവുകളാണ്. ഇന്നേരം അവിടെ നിൽക്കുന്ന നേഴ്സ് ലോറയുടെ അടുത്ത് റോബോട്ട് കോമ സ്റ്റേജിലാണെന്നും ഇപ്പോൾ ആരെയും കാണാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയും. അവിടുന്ന് ഹീറോയിൻ നേരെ വീട്ടിലേക്ക് പോകും. അവൾക്ക് ഒരു കാര്യം ഉറപ്പാ, എല്ലാത്തിനും പുറകിൽ ഇസാക്കാണെന്ന്. ചെന്നപാടെ അവനിരുത്തി, ഇസാക്ക്, നീ എന്തിനാ റോബോട്ടിനെ ഉപദ്രവിച്ചത്? ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, അയാൾ താനെ വീണതാ. ഓ, ഒരാൾ താനെ വീണതാണെങ്കിൽ എങ്ങനെ അയാളുടെ ദേഹം മാസകലം മുറിവാകുന്നേ? ഇപ്പോൾ റോബോട്ട് കോമ സ്റ്റേജിലാ. സത്യം പറ, നീ എന്താ ചെയ്തത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളാ എന്നോട് തെറ്റ് ചെയ്തത്. ഇന്നലെ അമ്മ റോബോട്ടായിട്ട് മുറിയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ഇത് കേട്ടതും ലോറയ്ക്ക് ആകെ വിഷമാകും. ആദ്യം അവള് അതിനവനോട് സോറി പറയും. എൻ്റെ ഡ്രോയിൽ കിടന്ന കത്തി നീയല്ലേ എടുത്തത്? ബെല്ലയെ നീയല്ലേ കൊന്നത്? ഗാർഡനിലെ ചെടികളെല്ലാം നീ തന്നെയല്ലേ പറിച്ചു കളഞ്ഞത്? എല്ലാത്തിനും ഇല്ല എന്നുള്ള മറുപടി അവൻ കൊടുക്കും. ഓക്കെ, ഒന്നും നീയല്ല ചെയ്ത്. എനിക്കിനി നിന്നെ നോക്കാൻ പറ്റില്ല. ഒരേ ഒരു നാളെ ഒരു ദിവസം കൂടി, അതിനപ്പുറം പിന്നെ ഞാനിവിടെ നിൽക്കില്ല. എനിക്ക് മതിയായി. എനിക്ക് സമാധാനമുള്ള ജീവിതം വേണ്ടത്. ഈ കാണുന്ന വീടും സ്വത്തും എല്ലാം നീ തന്നെ വെച്ചോ. ഇത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അന്ന് രാത്രി ഹീറോയിൻ നല്ല ഉറക്കത്തിലാണ്. ഇപ്പുറത്തെ ഇസാക്കിൻ്റെ മുറിയിൽ ഇസാക്ക് ലൈറ്റാ കണ്ണ് തുറന്നു നോക്കിയാൽ ആ ജീവി ഇവനെ കെട്ടിപ്പിടിച്ച് കിടക്കാം. ഇത് തൻ്റെ അച്ഛനല്ലേ എന്ന് വിചാരിച്ച് അവൻ അതൊന്നും കാര്യമാക്കില്ല. ഇപ്പം ലോറയ്ക്ക് എന്തു തോന്നിയെന്നറിയില്ല. അവൾ പതുക്കെ എഴുന്നേറ്റ് വന്ന് ഇസാക്കിൻ്റെ മുറിയുടെ കതക് തുറന്നു. ആ ജീവി ഇസാക്കിൻ്റെ അടുത്ത് കിടക്കുന്നു. ഇതോടെ അവിടെ മൊത്തം ബഹളമയായി. അത് തന്നെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ അവൾ കഥ കടക്കാൻ നോക്കുമ്പോൾ ഈ ജീവിക്കും ഇവൾക്കും ഒരുപോലെ അപകടം സംഭവിക്കും. ആ ജീവിയുടെ മുഖം ഇടിച്ച് രക്തത്തിൽ കുളിച്ചരിക്കിരിക്കുന്നുണ്ടാകാം. വളരെ കൊടൂരായ രൂപം. ഇത് കണ്ട് ഇസാക്ക് ഭയന്ന് അലറി വിളിക്കും. ഇന്നേരം ആ ജീവി ഇവൻ്റെ അടുത്തോട്ട് പതിയെ നീങ്ങി വരും. മുൻപ് ഒരു കത്തി കാണാനില്ല എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? ആ കത്തി സത്യത്തിൽ ഇവൻ്റെ മുറിയിലെ ഡ്രോയിലായിരിക്കും ഇരിക്കുന്നുണ്ടാകുക. ഉടനെ ലോറ അതെടുത്ത് ചക്കെന്ന് ആ ജീവിയെ കുത്തി പരിക്കേൽപ്പിക്കും. അതും കിട്ടിയ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകും. അവിടെ കട്ട് ചെയ്താൽ സിനിമയുടെ തുടക്കത്തിൽ ഇസാക്ക് വീട് മുഴുവൻ ചുറ്റി നടന്ന് കാണില്ലേ? ആ കൂട്ടത്തിൽ അവൻ കാട്ടിലെ ക്രിയേച്ചർ ഉണ്ടാക്കി വീട്ടിലേക്കും പോകും. അതാകെ ഇടിഞ്ഞു പൊളിഞ്ഞ കിടക്കുന്നത്. ചെറുപ്പത്തിൽ ഒരു പ്രാവശ്യം പോലും അവൻ അതിനകത്ത് കയറിയിട്ടില്ല. ഇന്നിപ്പോൾ അവൻ അതിനകത്തോട്ട് കയറും. മൊത്തം ഇരുട്ടാണ്. ഇന്നേരം ടോർച്ച് അടിച്ചു നോക്കിയാൽ നമ്മുടെ ഹീറോയിൻ അവളുടെ ഡ്രോയിൽ വെച്ച കത്തി കാണാനില്ലെന്ന് പറയുന്ന നേരം അവിടെ ഇരുന്ന ഒരു ഫോട്ടോയും കാണാനില്ലെന്ന് പറയില്ലേ? ആ ഫോട്ടോ ഈ ജീവിയുടെ വീട്ടിൽ കിടപ്പുണ്ട്. അത് നമ്മുടെ കുഞ്ഞ് ഇസാക്ക് അച്ഛനോട് ചേർന്നെടുത്ത ഫോട്ടോയാണ്. ഇപ്പോൾ ആ പരിസരം മൊത്തം ഇസാക്ക് കണ്ണൊടിച്ചു നോക്കും. ഇപ്പോഴാണ് മറ്റൊരു സംഭവം കാണുന്നത്. അതായത് അന്ന് ലോറ കുത്തി പാതി ജീവനും കൊണ്ട് ഓടിയ ആ ജീവിയിലെ അത് അധികം വൈകാതെ തന്നെ മരിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അസ്ഥികൂടം അവിടെ കിടപ്പുണ്ട്. ജീവിയുടെ മുഖത്തോട്ട് നോക്കിയാൽ സാധാരണ ഒരു മുഖം എന്ന് പറയാൻ പറ്റില്ല. അല്ല, മുഖന്നേ പറയാൻ പറ്റില്ല. അങ്ങനെ ഇസാക്ക് തിരിച്ച് സിറ്റിയിലോട്ട് പോകും. അവൻ ഇപ്പോൾ ലോറയുടെ കൂടെയുള്ളത്. അന്ന് ആ ജീവിയെ നേരിട്ട് കണ്ടതിന് ശേഷമാണ് ലോറയ്ക്ക് ഇസാക്ക് കള്ളല്ല പറയുന്നതെന്ന് മനസ്സിലായത്. ഇപ്പോൾ അവർ രണ്ടുപേരെ സെറ്റാണ്. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കും. ഇപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാകും ഈ ജീവി ഏതാ, എവിടുന്നാ വന്നേ, എന്താ സംഭവം എന്നൊക്കെ. പറയാം. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ലോറി ഇസാക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ വീടിൻ്റെ ഉള്ളിലൂടെ ഒരു പ്രകാശം മിന്നി മാഞ്ഞു പോകും. അവരാരും തന്നെ അതത്ര ശ്രദ്ധിക്കില്ല. അടുത്ത നാൾ കാട്ടിൽ നിന്ന് പുക വരുന്നത് കണ്ട ലോറ ഫയർഫോഴ്സിലേക്ക് വിളിക്കും. അവരെല്ലാം വന്ന് ചെക്ക് ചെയ്യും. പക്ഷെ ഒന്നും കണ്ടെത്താനാകില്ല. അതായത് അന്ന് രാത്രി ഏലിയൻ ഷിപ്പ് അവിടെ വന്നിട്ടുണ്ടാകും. അതിൻ്റെ വെളിച്ചാണ് ഇവരെ വീട്ടിലുണ്ടായത്. അങ്ങനെ വന്ന ഷിപ്പ് ഒരു ഏലിയനെ കാട്ടിൽ ഇറക്കി വിട്ട് പോയിട്ടുണ്ടാകും. ആ ഏലിയൻ ഇറങ്ങിയിടത്തിൽ നിന്നാണ് പുകയേറുന്നത്. ആ ജീവി ഒരു ഏലിയനാ. അതിന് കണ്ണ്, മൂക്ക്, വായ ഒന്നും തന്നില്ല. വ്യത്യസ്തമായ ഒരു ഏലിയനാ. അതാണ് അതിൻ്റെ യഥാർത്ഥ രൂപം.
അതൊരിക്കലും ഇവരുടെ വീട്ടിൽ വന്നു കയറിയപ്പോൾ ഇസാക്ക് അവൻ്റെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കാണും. അവൻ ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം അവൻ്റെ അച്ഛയാണെന്ന സത്യം ഇത് മനസ്സിലാക്കും. ആ ഫോട്ടോയാണ് ക്രിയേച്ചറിൻ്റെ വീട്ടിൽ കണ്ടത്. അങ്ങനെയാണ് ആ ജീവി ഇവൻ്റെ അച്ഛനായി ഇവൻ്റെ അടുത്തോട്ട് വരുന്നത്. തുടക്കത്തിൽ ജീവിക്ക് എങ്ങനെയാണ് മനുഷ്യരോട് സംസാരിക്കേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. അതിനാലാണ് അത് ആദ്യം നമ്മുടെ ഇസാക്കിനെ പേരെടുത്ത് വിളിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഇസാക്ക് എന്ന് വിളിക്കുന്നത്. ഇപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് അന്യഗ്രഹ ജീവിക്ക് മനുഷ്യരുടെയും മൃഗങ്ങളുടെയൊക്കെ രൂപമായി മാറാൻ കഴിയുന്നത്. ആ അന്യഗ്രഹ ജീവിക്ക് പൂർണ്ണമായും അതിന് മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ രൂപമാകാൻ സാധിക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, അവൻ്റെ അച്ഛൻ്റെ മുഖം മാത്രമാണ് ആ ജീവിക്കുണ്ടായിരുന്നത്. അതുപോലെ ബെല്ല ആ ജീവിയുടെ വീട്ടിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്ന നായ അത് ഏലിയനായിരുന്നു. അതിൻ്റെ മുഖം മാത്രമാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ പൂർണ്ണ രൂപം നമ്മൾക്ക് കാണിച്ചു തരുന്നില്ല. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കും. നന്ദി, നമസ്കാരം.